ഒരാള് ഇത്രയും വലിയൊരു മോഷണം, അതും വലിയൊരു ബാങ്കിൽ 2 ജീവനക്കാരെ ബന്ദിയാക്കി കത്തികാട്ടി ഭീഷണിപ്പെടുത്തുന്നു, അതും പട്ടാപ്പകൽ. വലിയ ദുരൂഹതയുണ്ടെന്ന് തോന്നുന്നു സൂരജ്. അത് തന്നെയാണ് ഈ പോലീസും ഈ ഘട്ടത്തിൽ പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ ദുരൂഹതയുണ്ട്. കാരണം ഈ ബാങ്കിനെ കുറിച്ച് കൃത്യമായി അറിയാവുന്ന ഒരാൾ തന്നെ ആയിരിക്കും ഈ മോഷണത്തിന്റെ പിന്നിലേക്കെന്ന അനുമാനത്തിലേക്ക് പോലീസിനെ എത്തിക്കുന്നതും അത് തന്നെയാണ്. എങ്ങനെ ഒരു ജീവനക്കാരന് അല്ല ഒരു മോഷ്ടാവിന് എങ്ങനെ കൃത്യമായി കഴിയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ പോലീസും ഉയർത്തുന്ന അല്ലെങ്കിൽ പോലീസും അന്വേഷിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ മോഷ്ടാവിനെ കണ്ടെത്തുന്നതിന് വേണ്ടി നിലവിൽ ഇതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിക്കുകയും ചെയ്തു. ഇതിൽ ആരെങ്കിലും സംശയങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഇവർ പറയുന്ന ജീവനക്കാർ പറയുന്നത് അത്തരത്തിൽ ഒരു സംശയാസ്പദമായ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ള പറയുന്നത്. ഇപ്പോൾ ജീവനക്കാരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ആരാണ് എന്നെ സംബന്ധിച്ചുള്ള ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ജീവനക്കാർ പറയുന്നത്. പക്ഷെ അവരെ കെട്ടിയിട്ടിട്ടില്ല, പകരം ഈ കത്തി കാണിച്ചുകൊണ്ട് അവരോട് അനങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയതിനു ശേഷമാണ് ഈ പണം കവരുന്നത്. അധികം സംസാരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏത് ഭാഷയാണ് സംസാരിക്കുന്നത് എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഹെൽമറ്റ് ധരിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി. അതുകൊണ്ട് തന്നെ എന്താണ് അല്ലെങ്കിൽ ആരാണ് ഇതിന് പിന്നിൽ എന്ന നിലവിൽ ജീവനക്കാർക്കും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത് നിർണായകമാണ് സൂരജ്. മറ്റൊരു കാര്യം, ഈ പറഞ്ഞതുപോലെ മുഖം മറച്ചിട്ടാണ് അയാൾ വന്നത്, കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെ മോഷണം നടത്തി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശരി, ബാങ്കിലെ ജീവനക്കാർ ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ആ റോഡിലും മറ്റും ആളുകൾ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ ഈ മോഷ്ടാവ് ഏത് ദിശയിലേക്കാണ് സഞ്ചരിച്ചത് എന്നൊന്നും ആരും കണ്ടിരുന്നില്ലേ സൂരജ്? ശ്രീയുടെ ഒരു പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ജീവനക്കാരെ ഒരു റൂമിനകത്ത് പൂട്ടിയിട്ട ശേഷമാണ് ഈ മോഷണം നടത്തിയത് എന്നുള്ളതാണ്. അതായത് ഈ ഹെൽമറ്റ് അടക്കം ധരിച്ചെത്തുന്ന മോഷ്ടാവ് ഈ ഹെൽമറ്റ് ധരിച്ച് ഇതിനകത്തേക്ക് എത്തിയതിനു ശേഷം മാനേജരെയും ജീവനക്കാരനെയും കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി ഒരു മുറിക്കകത്തേക്ക് പൂട്ടിയിടുന്നു. അതിനുശേഷം ക്യാഷ് കൗണ്ടർ എവിടെയാണ് എന്ന് നോക്കിയതിനു ശേഷം ഈ ക്യാഷ് കൗണ്ടറിലേക്ക് നടന്നുപോയി ഈ ക്യാഷ് കൗണ്ടർ തല്ലിപ്പൊളിച്ച ശേഷമാണ് ഈ പണം കവർന്നുകൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ ഈ ക്യാഷ് കൗണ്ടറിനകത്ത് ണ്ടായിരുന്ന പണം മാത്രമാണ് നഷ്ടമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം പണമുണ്ട് എന്നെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ലോക്കറിലാണെങ്കിൽ അതിൽ കൃത്യമായ കണക്കുകൾ ഉണ്ടാവും. പക്ഷേ ഇത് ഈ ക്യാഷ് കൗണ്ടറിലായതുകൊണ്ട് തന്നെ എത്ര രൂപ നഷ്ടമായി എന്നെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയും വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ കണക്കുകൾ പരിശോധിച്ചാൽ വരുമല്ലോ, അതൊരു ബാങ്കാണ്, ഫെഡറൽ ബാങ്കാണ്, നമുക്കറിയാമല്ലോ. തീർച്ചയായിട്ടും ആ വ്യക്തത അതുവരെയുള്ള ട്രാൻസാക്ഷൻ നോക്കിയാൽ കൃത്യമായി ഒരു പൈസയുടെ വ്യത്യാസമില്ലാതെ അറിയേണ്ടതാണ്. മറ്റൊരു കാര്യം, ഈ 2 ജീവനക്കാർ അവിടെ ഉണ്ടായിരുന്നു, അവരെ പൂട്ടിയിട്ടിരുന്നു. അവരോട് കൂടുതൽ വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണോ ഇപ്പോൾ പോലീസ്? അതുപോലെ മറ്റു ജീവനക്കാർ ഭക്ഷണം കഴിക്കാൻ പോയി, ചിലപ്പോൾ ഈ ബാങ്കിനകത്ത് തന്നെ എവിടെയെങ്കിലും ആയിരിക്കാം അവർ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അവരോട് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ, അവരെപ്പോഴാണ് കഴിക്കാൻ പോയത്, അത്തരത്തിലുള്ള വിവരങ്ങളും തേടേണ്ടതില്ല. തീർച്ചയായും, അതായത് ഇതിനകത്ത് ഒരു സുരക്ഷാ വീഴ്ച ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷെ ജീവനക്കാരെ സംബന്ധിച്ച് ഇപ്പോഴും അവരെ ചോദ്യം ചെയ്തു വരികയാണ്. പക്ഷെ അവർ ഇതിന്റെ ഒരു ഞെട്ടലിലാണ്. കാരണം അവർ പറയുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവമാണ് ഉണ്ടായത് എന്നുള്ളതാണ് പറയുന്നത്. സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെയും തൃശൂർ ജില്ലയിൽ ഒരു 3 ATMകൾ കവർന്നതാണ്. സ്വാഭാവികമായും അത് കവർച്ച അല്ലെങ്കിൽ ഒരു ATM കവർച്ച നടന്ന ജില്ല അത് കഴിഞ്ഞ മാസങ്ങൾ മാത്രമാണ് പിന്നിടുന്നുള്ളൂ. അതിനിടയിൽ ഈ ബാങ്കിൽ, അതായത് മറ്റു ബാങ്കുകൾ സ്വാഭാവികമായി അത്തരത്തിലൊരു കവർച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. പക്ഷേ ആ ഒരു മുൻകരുതലുകൾ ഇവിടെ ഉണ്ടായില്ല എന്നുള്ളത് ഉണ്ടായത് വ്യക്തമാണ്. അതായത് ഇത്തരത്തിൽ ഒരു സുരക്ഷ ഒരുക്കുന്നതിൽ ബാങ്ക് പരാജയപ്പെട്ടു എന്നുള്ളത് ഇതിൽ തന്നെ വ്യക്തമാണ്.